ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ. ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേഷ് ആൻഡ് സുരേഷ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ മാവേലിക്കരയിൽ ഇപ്പോൾ നടന്നു വരുന്ന അണ്ടർ വാട്ടർ അക്വാ ടണൽ അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മറൈൻ മിറാക്കിൾസ് എന്നാണ് പേരിട്ടേക്കുന്നത് കേട്ടോ. അതെ. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നമ്മൾ പലയിടത്തും ഇത് നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം അല്ലേ? അതെ. ഇതിനകത്ത് കയറി മൊത്തം മ്യൂസിക് ആയിരിക്കും. ഇനി വല്ല സംസാരിക്കാൻ നോക്കുക അറിയത്തില്ല, നമുക്ക് നോക്കാം. അതെ, ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വിഷ്ണു പോവാണ്. ഗൂഗിൾ പേ അപ്പുറത്തോട്ട് പോകും. 100 രൂപയ്ക്കാണ് ഒരാൾക്ക് എൻട്രി ഫീസ്. വീഡിയോ എടുക്കാൻ വേണ്ടി പെർമിഷന് വേണ്ടി നോക്കുകയാണ്. eagerly waiting to see what's inside. പുതിയ കാവ് മാവേലിക്കര സഹോദര സ്ഥാപനം ആലപ്പി സിൽവർ സ്ക്വയർ, പുതിയ കാവ് ജംഗ്ഷൻ, പടിഞ്ഞാറ് വശം, മാവേലിക്കര. സുഹൃത്തുക്കളെ, ഇവിടെ തന്നെയാണ് നമ്മൾ മാവേലിക്കര ഫെസ്റ്റിന് വന്നത്. ഇതിനകത്ത് പഴയ മേളം തന്നെ. അങ്ങനെ അക്വേറിയത്തിൻ്റെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റുന്നുള്ളൊരു പ്രത്യേകതയാണുള്ളത്. ഇന്നലെ എനിക്ക് ഈ വെളിപാടുണ്ടായിരുന്നു ഈ സ്ഥലത്ത് ഓടെ വന്ന്. ഇന്നലെ ഞാൻ എഡിറ്റ് കൊണ്ടിരിക്കുമ്പം പെട്ടെന്നൊരു അനൗൺസ്മെന്റ് പോയി. ജസ്റ്റ് കേട്ട് ഇവിടെ ആന്ന് കണ്ടീരാന്ന് കേട്ടു. എന്നാ പറയാ, ഇന്ന് തന്നെ അല്ല, ഇന്ന് പോണമെന്ന് തോന്നിയത് ഇച്ചിരി മുമ്പാ. അല്ല, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് നീ നിന്റെ വീട്ടിൽ ഇരുന്നപ്പോഴേ ഈ കാര്യം വിളി വന്നത്. നമ്മുടെ ഇത്രയും അടുത്തടുത്ത കാര്യം ആരും പറഞ്ഞില്ല നമ്മളോട്. മറൈൻ മിറാക്കിൾസ് അണ്ടർ വാട്ടർ അക്വേറിയത്തിന്റെ മികച്ച ഇൻസ്റ്റാഗ്രാം റീലുകൾ തയ്യാറാക്കി അയക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ. നല്ല ഓഫർ കേട്ടോ ഇത്. കണ്ടോ? അപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളവർക്ക് വേണ്ടി ഇതുപോലെ റീൽസ് ഉണ്ടാക്കി ഇടാമെങ്കിൽ കൈ നിറയെ സമ്മാനം കിട്ടുമെന്ന്. സുഹൃത്തുക്കളെ, ഇതിനകം മൊത്തം ഇരുട്ടാണ്. അതുകൊണ്ട് അക്വേറിയത്തിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയായിരിക്കും ഇരുട്ട് കൊടുത്തേക്കുന്നത്. ഈ സാധനം എന്തായിരുന്നു? ലോബ്സ്റ്റർ. ഇത് വളരുന്നതിനനുസരിച്ച് അതിൻ്റെ ഷെല്ല് മാറ്റി പുതിയ ഷെല്ലുണ്ടാക്കി അങ്ങനെ പോകുന്ന സാധനമാണ്. ആണോ? ഇതിന് മറ്റേ എന്താ പറയുക, ഓരോ സ്ഥലത്തൊക്കെ ഇതിന് കഴിക്കുന്നതുണ്ട്. അതൊരു ഭയങ്കര വിലയാണ്. ഇത് പക്ഷേ കഴിക്കുന്ന സാധനം ആയിരിക്കില്ലല്ലോ. അല്ലല്ല, ഇതിന് വലിയ സാധനങ്ങൾ. മനസ്സിലായി. അവർ അണ്ടർ വാട്ടറിലൊക്കെ പോയിട്ടാണ് അവർ പിടിച്ചുകൊണ്ട് വരുന്നത്. എടാ, എന്തായാലും പുറത്ത് വെട്ട വിലയിലും അക്വേറിയത്തിനകത്ത് വെട്ടുന്ന കാര്യമായി. സുഹൃത്തുക്കളെ, ഇതിനകത്ത് നിറച്ച ആളാണ്. വിഷ്ണു കണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ആശാനെ കാണുന്നില്ല. വിഷ്ണു ഇതിൻ്റെ ആശാനാണ്. ഈ അക്വേറിയത്തിൻ്റെ ഈ ഓർണമെൻ്റൽ ഫിഷസിൻ്റെ ഒക്കെ ആശാനാണ്. അതുകൊണ്ട് തപ്പി നടത്തി നേണ്ടിരിക്കുന്നു. എന്താ, അവനിനി ഓരോ മീനിൻ്റെയും ഓരോ ഭാഗം വരെ എടുത്തുകൊണ്ടിരിക്കും. വിഷ്ണുവേ, നിന്റെ ലോകമാണല്ലോ, അല്ലയോ? ഇവിടെ വന്നവരെല്ലാവർക്കും ലോകമില്ല, രസമല്ലേ കാണാൻ. അല്ല, ഞാൻ പറഞ്ഞത്, ഞാൻ അറിയാതെ നിന്നെ ഈ ലോകത്തോട്ട് വരെ വരച്ചിട്ട് വന്നിട്ട് ഇതാണ് ശുദ്ധജലത്തിലെ ഏറ്റവും വലിയ മീൻ്റെ വരുത്തുവാ. ഒരെണ്ണം ഇത് അലിഗേറ്റർ ഗാർ എന്ന് പറയും. അത് അരാപ്പയ്മ. എന്തോ അലിഗേറ്റർ ഗാർ. ഇത് കണ്ടോ, ഇതിൻ്റെ ഞാൻ നീണ്ടിരിക്കുന്നത്. ഓ ശരിയാ, ഈ അലിഗേറ്ററിനാണല്ലോ ഈ സാധനം ഈ ഫ്രണ്ടിൽ നീണ്ടിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഈ മേളിൽ അരാപ്പയ്മ. ഈ സാധനത്തിൻ്റെ മുന്നിൽ ഒരു കുഞ്ഞു വീണ അതിനെ വരെ അത് 8-10 അടി അങ്ങാണ്ട് വരുന്നത്. 8-10 അടി അങ്ങാണ്ട് നീളം വരുന്നത്. അപ്പോൾ ഒരു മനുഷ്യനൊക്കെ എന്തായാലും നല്ല നീളം വരുന്നത്. അതെ. അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് കഴിക്കും. ഇത് പലയിടത്തും എന്താ പറയുന്നത്, നിരോധിച്ച മീൻ ഇതാണ്. എന്താ പറയുക, പല പൊതു ജലാശയങ്ങളിലൊന്നും വളർത്താത്ത മീനുകളാണ്. ഇതുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊന്നും കാണത്തില്ല, ഉറപ്പാണ്. അതുകൊണ്ടല്ലയോ ഇതിനെ വേറെയും ബാക്കിയുള്ളതിനെ വേറെ ഇട്ടേക്കുന്നത്. നമുക്ക് ഇതിനകത്തോട്ട് കയറാം. ഇതാണെങ്കിൽ അരാപ്പയ്മ. മുകളിലും താഴെയെല്ലാം മീനാണ് സുഹൃത്തുക്കളെ. ഇത് കണ്ട് നിൽക്കാൻ തന്നെ രസമുണ്ട്. ഇത് കണ്ടിട്ട് പിള്ളേരുടെ നൃത്തം ചെയ്യുന്നത്. ലൈറ്റിൻ്റെ എഫക്റ്റ് അടിപൊളിയാണ്. പിന്നെ നിറച്ച് ഫിഷസും ഉണ്ട്. ഇത് ഓരോ കടന്നു പോകുന്നതിൻ്റെ പേര് നീ പറഞ്ഞങ്ങ് പോകാമെങ്കിൽ പിന്നെ മെനക്കേടില്ലല്ലോ. ഇതിൽ പേര് വല്ല പരിചയമുണ്ടോ? ഇത് ഷാർക്കിനമാണ്. ഇത് ഷാർക്കിൻ്റെ ഇനമോ അല്ലയോ? ഷാർക്കാണോ? ഇതിൻ്റെ അടിവശം കണ്ടാൽ ഷാർക്കാ തോന്നി. എടാ, ഇതിൻ്റെ ചുണ്ടിൻ്റെ അവിടെ ചില ചോരയിരിക്കുന്നല്ലോ. അവർ തമ്മിൽ തിന്നായിരിക്കുമല്ലോ. ആയിരിക്കും.
നല്ല ലുക്കുണ്ട് ഇതിനെ കാണാൻ. ഇതിന്റെ സിലോപ്പിയുടെ ലുക്ക് അല്ല അല്ല ഞാൻ തെറ്റിദ്ധരിച്ചു. നിനക്ക് ഇതിനെപ്പറ്റി ഏതാണ്ടൊക്കെ അറിയാവുന്നത് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഞാനും അവരും തമ്മിൽ. വെറൈറ്റി മീന് ഇത് സക്കറന്ന് കണ്ടോ. ഇതിന് പ്രത്യേകത എന്താ വെച്ചാലേ ഇതും നമ്മുടെ പൊതുജലാശയം വളർത്താത്ത മീനുകളാണ്. രണ്ട് ചിലതിനെയൊക്കെ തിന്നും അഡ്ജസ്റ്റ് ആയിട്ട് ഇത് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യില്ല. ഇത് ഗ്ലാസ്സിലുള്ള പായലൊക്കെ തിന്നുന്നതാണ് ഇതിന്റെ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അക്വേറിയത്തിനകത്ത് മേടിച്ചിടുമെന്നും അക്വേറിയം വൃത്തിയാക്കാനാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് സക്കറാണോ? ഇത് സക്കറ ചതിക്കാതെ കിടക്കുന്നു. അതെ. ഇത് കാർപ്പ് അത് കേട്ടിട്ടുണ്ട്. ഇത് കാർപ്പുണ്ടല്ലോ. ഇതെല്ലാം കാർപ്പല്ലയോ? അതെ അതെ. ഏറ്റവും നല്ല ദിവസം കാണാൻ കാർപ്പുകളെയാണ്. കാർപ്പിന് പിന്നെ ഉണ്ടോ കുറേ ഉണ്ട്. ചിലയിടത്ത് മീൻ ഒത്തിരിയായിട്ട് കുമിഞ്ഞു കുടിക്കുന്നുണ്ട്. ടെട്രാന്ന് പറഞ്ഞ മീനാണ്, ചെറിയ മീൻ. ഗപ്പികളൊക്കെ പോലെ നല്ല കളർഫുള്ളാണ്. റെഡ് മഞ്ഞയുണ്ട്, റെഡിഷ് കളറുണ്ട്, പിന്നെ ഒരു ബ്ലൂഷ് ഷെയ്ഡുണ്ട്. കണ്ടോ, കാർപ്പ് വെച്ച് നോക്കുമ്പോൾ കുറച്ചാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് നല്ല രസമുണ്ട്. ഫുള്ളൊരു റാ പോലെ നമുക്കുണ്ട് അപ്പുറം ഇപ്പുറം മൊത്തമായിട്ട്. ഇത് മൊത്തം ഈ കളർഫുൾ ഉപ്പമീൻ്റെ ലോകമാണ്. എല്ലാവരും കണ്ടോ ഫോട്ടോസും വീഡിയോസും ഒക്കെ പകർത്തിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് കൃത്യമായ എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടി വലിയ ഫാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെനിക്കത് ഗൗരാമീനാണ് കേട്ടോ. ഇത് ഗൗരാമീനാണ്. ഇത് ഗൗരവമുള്ള മീനാണെന്നാ. ശരിയാ, കറക്റ്റാ. അതിൻ്റെ താടി കണ്ടോ മേലോട്ട് പൊക്കി വെച്ചേക്കുന്നത്. അല്ലല്ല, കറുത്തതല്ല, വെളുത്തത് ഗൗരാമീനാണ്. പക്ഷേ ഇതിൻ്റെ മുഖത്താണ് കൂടുതൽ ഗൗരവമുള്ളത്. ഇവനാണ് താരം, ഗോൾഡ് ഫിഷ്. ഇത് നമ്മുടെ ചെറുപ്പം മുതലേ നമ്മൾ വളരെ പരിചിതമായി കേട്ടുവരുന്ന ഒരേ ഒരു ഇനമാണ്. ഈ അക്വേറിയത്തിലെ മീനെക്കുറിച്ചുള്ള ബേസിക് അറിവ് ഇതിനെപ്പറ്റി ആദ്യം കേട്ടുന്നില്ലയോ? അതെ അതെ. എല്ലാവരും പറയും ഗോൾഡ് ഫിഷ്. ഈ സാധനം അട്രാക്ഷനകത്ത് ഏറ്റവും കൂടുതൽ വരുത്തുന്ന എല്ലാവരും. ഇതാണ് ഓസ്കാർ എന്ന്. നമ്മൾ ഈ ചിത്രശലഭത്തിലെ ഓരോ ഡിസൈൻ പോലെ നല്ല രസമുള്ള ഡിസൈനുള്ള മീൻ. ഇതൊരു സ്പെഷ്യൽ മീനാണ്. അറിയാമോ? ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല. നന്നായി. ഞാൻ വെച്ചാണ്ട് പറയാൻ വന്നപ്പോൾ ഞാൻ വെച്ചാൽ എല്ലാം അറിയാമെന്ന് പറയാൻ വന്നു. ഇത് കണ്ടിട്ട് സബ്മറൈൻ്റെ കൂട്ടിരിക്കുന്നു. പക്ഷെ ഇവനെ കാണാൻ രസമുണ്ട് കേട്ടോ. ഈ അടിയിൽ ഓറഞ്ച് ഉള്ള സാധനം കാണാൻ അടിപൊളി രസമുണ്ട്. എല്ലാ വെള്ളത്തിനകത്തും തന്നെ ഈ എയർ ഫ്ലോ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ടണലിനകത്ത് ഇരുട്ടായതുകൊണ്ടാണ് ഈ റിഫ്ലക്ഷൻ ഇതിനകത്ത് വന്നിട്ട് നമുക്കിത് വരാതെ നമുക്കിതിനെ ശരിക്കും കാണാനൊക്കുന്നത്. വെട്ടമുണ്ട്. ഈ മീൻ നമ്മൾ വരുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് കണ്ടാവും. അടിപൊളി. നല്ല ലൈറ്റിങ് ഉണ്ടെങ്കിൽ കളറായിരിക്കും കാണാൻ. ഇവന് വലിയ ഡിസൈൻ ഇല്ല. തമ്മിൽ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നു. എഴുത്തുകാരായിട്ടൊന്നും മിണ്ടുന്ന പോലുമില്ല. ഇതല്ലേ ഓസ്കാർ? അല്ല, ഇതിൻ്റെ ഒരു ചെറിയ മീൻ അവിടെ എഴുതിക്കുന്നത് ഓസ്കാർ എന്ന്. അപ്പോൾ ഇത് ഓസ്കാർ ആണല്ലോ, അല്ലേ ഓസ്കാറിൻ്റെ ചിറ്റപ്പനായിരിക്കും. അങ്ങനെ ടണലിൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മൾ വേണ്ട ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ സംഭവം. ഇവിടെ ഫുഡ് ഫെസ്റ്റാന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് നോക്കാം എന്തോ സംഭവം ഇവിടെ. അല്ലടാ, ഇവിടെ എന്തേണ്ടേ? ഇത് അലങ്കാര കോഴികളാണ്. സൂവിൽ പോയപ്പോൾ കണ്ടോളൂ ഈ സാധനം. എല്ലാം ഒരുമാതിരി കോഴിയാണല്ലോ ഇതെല്ലാം. ഒരു പൂവനൊരു പെടയാന്ന് തോന്നുന്നു. ഒരു പെട വെച്ച് കൊടുത്താലോ? എടാ, ഇത് പൂവനാന്ന് തോന്നിയത്. ഇവരൊരു ശാന്തതയുണ്ട്. ഇത് പെട. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് കൂടുന്നുണ്ടോ? കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം കോഴിയുടെ ടൈപ്പാണ്. പക്ഷേ കോഴിയുടെ ടൈപ്പാണെങ്കിലും താറാവിൻ്റെ ഒരു ലുക്കുണ്ട് ഇതിന്. താറാവിൻ്റെ ഒരു കഴുത്ത് തീട്ടും ഒരു വരയൊക്കെ കഴുത്തിന്. ഇതിനകത്ത് പോകാനാണല്ലോ കിടന്ന് ചാടുന്നത്. അതെ, ഇത് ഈ ഇനത്തിൻ്റെ പ്രത്യേകത. അതാ ഓരോ വീട്ടിലും ഓരോ ടൈപ്പാണ്. അതേ കിടക്കുന്നു. തൊപ്പിക്കിണ്ണേശ്വർ. ഇതിനും വേണ്ടി കോഴിയുണ്ട്. ഇത് പല നിറത്തിലെ കോഴിയുണ്ടല്ലോ. പെയിൻ്റടിക്കുന്നൊന്നുമല്ലല്ലോ. ഇതിലെല്ലാം പേരടിയിലുണ്ടായിരുന്നു കേട്ടോ. നോർമൽ ബ്രഹ്മയും ഇവനാ. ഇവിടെ കാലയിലെല്ലാം വലുപ്പം നോക്കടാ. മൊത്തം രോമമാണല്ലോ. ഗിനിക്കോഴി. ഇതിൻ്റെ പേര് ആൽബിനോ ജാവ. ഇതിൻ്റെ പേര് ഡയമണ്ട് ഡോവ്. അമേരിക്കൻ ഹോമർ എന്ന് അമേരിക്കയിൽ പറഞ്ഞായിരിക്കും. നല്ല ജാടയുണ്ട്. ഒരു മൂലയ്ക്ക് പോയിരിക്കുന്നു. നല്ല ആളുണ്ട് സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി. എന്താ കറുത്ത പ്രാവ്. നമുക്ക് ബഹുമാനമുണ്ട്. എഴുന്നേറ്റു പറ്റിച്ചു കേട്ടോ. ബ്ലാക്ക് പൗണ്ടർ. മുത്തിന പിജിയോ.
ആൽബിനോ പൗഡർ, നല്ല വെള്ളപ്രാവ്, റേസിംഗ് ഹോമർ. റേസിംഗ് ഹോമർ എന്നാ പേര്, പക്ഷേ അങ്ങനെ ചത്ത പോലെ ഇരിക്കുന്നു. എണീച്ച് കൂടെ ഉറക്കം തൂങ്ങാതെ പകലൊന്നും ഇരുന്ന് ഉറങ്ങുന്നത്. എനിക്ക് കൂടെ ബ്യൂട്ടി ഹോമർ, വിഷ്ണുവിൻ്റെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു, പകലിരുന്ന് ഉറങ്ങുന്നു. ടാഡിങ് പീജിയൻ. വേണ്ട സുഹൃത്തുക്കളെ, കുണൂറിൻ്റെ വേറെ ഇനം നന്ദിയ കുണൂർ. ഓ, ഇവന് ഭയങ്കര ഹീറ്റിലാണല്ലോ. ആ അതേടാ സൺ കുണൂർ, നമ്മൾ പറഞ്ഞുള്ളൂ 100 വയസ്സാണ്. സൺ കുണൂർ സെമി. കൂണ്ടുകൾ, പ്ലാസ്റ്റിക് തൊലി പോയിരിക്കുന്നതിൻ്റെ രോഗം തൊലി ഇതിൻ്റെ വാല് വെളിയിൽ. വിഷ്ണു പിടിച്ചോ, ഒരു നാണമില്ലാത്ത കിടന്നുറങ്ങും. ഇതിൻ്റെ പ്രത്യേകത ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നേരം ഉറങ്ങി ടൈം സ്പെൻഡ് ചെയ്യുന്ന സാധനം ഇത്. ചുമ്മാ അല്ല, ഇതിനെ കണ്ടാൽ തന്നെ അറിയാം മടിയനാണ്. വേണ്ടിരുത്തും പുറമു തിരിഞ്ഞിരിക്കുന്നു, പിണങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ മുമ്പ് വശം ഒന്ന് കാണാം. ഇതെല്ലാം ഫോർ സെയിലാണല്ലോ. മിനി റെക്സ് റാബിറ്റ്. ചുമ്മാ അകത്ത് കയറി കിടന്ന് ഉറങ്ങുക, പോയി പണിയെടുത്ത് ജീവിക്കടേ. പൊന്നോ, നിറച്ചാളാണ് കേട്ടോ സുഹൃത്തുക്കളെ. നമ്മൾ വരാൻ താമസിച്ചു പോയി. പല ഇന എലികൾ. ആ തൊട്ടപ്പുറത്ത് പൂച്ചയുണ്ട് കേട്ടോ. ഒരു പുലിക്കുട്ടിയുടെ കൂടുണ്ട്. ഫീഡറിൽ നിന്ന് എന്തോ പൂച്ചുന്നു. പിന്നെ കിടന്നുറങ്ങുക, അത് തന്നെ പണി അല്ലേ. വേണ്ട സുഹൃത്തുക്കളെ, വിൽക്കാനായിട്ടൊക്കെ സാധനം കണ്ടോ. സുഹൃത്തുക്കളുടെ പാമ്പും അരണയും ഒഴുക്കും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വിഷ്ണുവിനെ കൊണ്ട് തോളയിട്ട് ഫോട്ടോ എടുപ്പിക്കാം. സുഹൃത്തുക്കളെ, ധൈര്യമുള്ളവരാണ് ഇതുപോലെ പാമ്പിനെയൊക്കെ തോള വെച്ചുകൊണ്ട് നിൽക്കാം. കണ്ടോ, എല്ലാ ഫുള്ളി ഡാംഡ് ആയിട്ടുള്ള ജീവജാലങ്ങളാണ്. സിംഗിളായിട്ട് കപ്പിൾസായിട്ടും ഫാമിലീസായിട്ടും ഫോട്ടോസ് എടുക്കാം. 50 തൊട്ടാണ് ചാർജ് ആവുന്നത്. ചെറിയ ബാറ്റ്സൊക്കെ 50ആണ്. മെക്കാവ്സൊക്കെ 100ആണ്. പൈത്തൺസ്, റെപ്റ്റൈൽസ് ഫുള്ളും 100ആണ്. വിഷ്ണുവിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെല്ലുകയാണ്. നമുക്ക് അടിക്കുന്നൊന്നുമില്ലായിരിക്കും. നമസ്കാരം, ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം കൊണ്ട് തോളിലിട്ടതാ. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? വിഷ്ണു എങ്ങനെയുണ്ടാ? ആ പേരിക്കുന്നു പറഞ്ഞേ, എന്തോ ശ്വാസം പോലും വിടുന്നില്ല വിഷ്ണു. ഇതൊക്കെ ഒരു അനുഭവം, നമുക്ക് ചാൻസ് കിട്ടിയേക്കുന്നില്ലേ? അതെ അതെ, ഇത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അവിടെ അത് സൺകുണൂറാണോ? എന്തായാലും പാമ്പ് അനങ്ങുന്നില്ല കേട്ടോ. ഈ സാധനം എന്തത്? കോളടിച്ചല്ലോ. വിഷ്ണുവിന്റെ ട്രോഫി കൊണ്ട് നിറയുക. എന്ത് പറ്റിയടാ? ഒരെണ്ണം ജീപ്പിനകത്തും ഒരെണ്ണം പുറത്തും. ബോൾ പൈത്തനാണ്. പൈത്തൻസ് ആണ്. ഇത് ആൽബിനോ ബോൾ പൈത്തൻ, ഇത് റോയൽ ബോൾ പൈത്തൻ. ഇത് കടിക്കത്തൊന്നുമില്ല. ഇല്ല, ഫുള്ളി ഡാംഡ് ആണ്. ഇവര് പൊതുവായിട്ട് അഗ്രസീവ് അല്ല. ഇത് കുറച്ചുകൂടെ നമ്മൾ കൈവച്ച് ശീലിപ്പിച്ചുകൊണ്ട് ഡാംഡ് ആണ്, ഫുള്ളി ഡാംഡ് ആണ്. ഞങ്ങൾ ഓൾ കേരള ചെയ്യുന്നുണ്ട്. ഓ അത് ശരി. എന്താ പേരെന്താ? ഞങ്ങൾ വിളിക്കുന്നത് മാംഗോ എന്നാണ്. മെക്കാവ് ആണ്, ബ്ലൂ ആൻഡ് ഗോൾഡ് ആണ് ബ്രീഡ്. തിരുവനന്തപുരത്ത് എവിടെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ? അവിടെ ഇതുപോലെ ഇതുണ്ടോ, പരിപാടിയുണ്ടോ? പരിപാടിയുണ്ട്. ഞാൻ ക്രിസ്മസിനൊക്കെ അവിടെയാണ്. അവിടെയാണോ? ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ കനാക്കൊന്ന് കൊട്ടാരം. കനാക്കൊന്ന് കൊട്ടാരാ. മെക്കാവ്. വിഷ്ണു ഇപ്പോൾ ശ്വാസം വീണിട്ടില്ലേ ഇപ്പോൾ? അതെ അതെ, ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്നത് മോശമാണ്. അതെ അതെ, ഇതൊരു എക്സ്പീരിയൻസാണ്. അതെ അതെ. അപ്പോൾ ഇപ്പം ഇവിടുത്തെ ഷോ എത്രാം തീയതി വരെ ഇവിടെ? ഞങ്ങൾ 24 വരെ പറഞ്ഞത്. ചിലപ്പം എക്സ്റ്റെൻഡ് ചെയ്യും. നവംബർ 24 വരെ. 24. ഓക്കെ. അപ്പോൾ ദിവസങ്ങൾ വളരെ കുറവാണുള്ളത്. വരാനുള്ളവർ നേരത്തെ വരണം കേട്ടോ, എക്സ്പീരിയൻസ് ചെയ്യുക. ഇത് വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. ഇത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള സാധനം നമുക്ക് അന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുമല്ലയോ? അതെ, അത് നല്ലൊരു കാര്യമാണ്. പേടിക്കാതെ നമുക്ക് ചെയ്യാമല്ലോ. അതായത് ഇവിടെ ഒരു സാധനമുണ്ട്, ചെറിയൊരു സാധനം. അതെ. സുന്ദരി റൂബി. വിഷ്ണു നിറഞ്ഞൊക്കെ നിൽക്കുക കിളികളുടെ ഇടയിൽ. കിളികളുടെ ഇടയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു അവസരമേ കയറി വരുന്നല്ലോ. ഇല്ല, കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. കയറിക്കോ മോനെ, കയറിക്കോ.
ഐസ്ക്രീം കടയുണ്ട്. വിഷ്ണു ഞാൻ കഴിക്കുന്നുണ്ട്. എന്താ വിഷ്ണു ഐസ്ക്രീം കഴിക്കുന്നോടാ? ഐസ്ക്രീം കഴിക്കുന്നോ? ചെറിയ എനിക്കൊരു പനിയുടെ ഉണ്ടല്ലേ? ഈ മാമ്പഴം, ചക്ക, കരിക്ക്, സപ്പോട്ട ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ഫുഡ്സ് ആണല്ലോ. എന്താ ഫർണിച്ചർ വിൽക്കുന്ന സ്ഥലം. ഫുഡാണ് കൊള്ളാം. 14,500 രൂപ ചെയറിന്. അതെ അതെ, ഒരു കാല് നീട്ടി വെച്ചിരിക്കാൻ പറ്റുന്ന ടൈപ്പില്ലേ? അതെ അതെ അതെ. ചെയറിനകത്ത് കേട്ടോ. ഓഹോ, ഇതിനകത്ത് തന്നെ ചെയർ സെറ്റ് ചെയ്യാവുന്ന ടേബിൾ. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു സ്പേസ് ഉണ്ട്. ചെറിയ പോലെ ഉള്ളൂ. ചെയർ ആണ്. അതെ അതെ. ചെറിയ ഫാമിലിക്ക് ഒരു ഡൈനിങ് ടേബിളാണ്. ഇത് കൊള്ളാം കേട്ടോ. വെജ് ടേബിളും രണ്ട് സൈഡിൽ ഇരിക്കാൻ പറ്റുന്ന തടിയാണ് സാധനം. മാത്രമല്ല എല്ലാത്തിനകത്തും കാണാൻ ഷോയ്ക്കാന്ന് അറിയത്തില്ല, എല്ലാത്തിനകത്തും തടിയുടെ ആണിയൊക്കെ അടിച്ചേറ്റിരിക്കുന്നത്. മലപ്പുറം സ്വിച്ച് ബോർഡും അതെ, ലൈറ്റ് സ്വിച്ച് ബോർഡും ഒക്കെ ഉള്ള, സോക്കറ്റും ഒക്കെ ഉള്ള ഒരു ഡ്രോയർ സൈഡും ഉണ്ട്. ഡ്രോയുണ്ട് 3 എണ്ണം. സ്വന്തമായിട്ട് റിസർവ് ബാഗ് ഉണ്ട് ഇതിൽ 3 ഉണ്ട്. ചേട്ടാ സുഹൃത്തുക്കളെ, ഞങ്ങൾ തന്നെ കണ്ടോ എങ്ങനെയുണ്ട്? കൃഷ്ണിക്കൊന്ന് 2 ഗ്ലാസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അടിപൊളിയല്ലേ? അതെ അതെ. ഇത് ഞങ്ങളുടെ പുതിയ ടീഷർട്ടാണ് സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ട് കളറ്? നമ്മൾ പുതിയൊരു കളർ ടെസ്റ്റ് ചെയ്തതാണ്. ഇനി അങ്ങോട്ട് മൊത്തം അലുവയാണ്. പച്ചക്കറികൾ കൊണ്ടുള്ള വറ്റലുകൾ, പച്ചക്കറി കൊണ്ട് ചിപ്സ് ഉണ്ടാക്കിക്കുന്നത്. പാവയ്ക്ക, പടവലങ്ങ, ബീട്രൂട്ട്, ക്യാരറ്റ്, ചേമ്പ് പെപ്പർ, ചേമ്പ് മിന്തി, ചേമ്പ് ചില്ലി. കിലോ 150. നല്ല റേറ്റ് അല്ലേ? നല്ല റേറ്റാണ്. നല്ല റേറ്റാണ്. ലെയ്സിനൊക്കെ വിലയാണ്. 30 ഗ്രാമിന് 90 രൂപ. നമുക്ക് എന്തായാലും മാത്രമല്ല ഇത്രയും വില ആയി കഴിയുമ്പോൾ എണ്ണയുടെ പ്രശ്നം ഉണ്ടാവും. ലോ ഇൻ കലോറീസ് പോപ്കോൺ. ലോ ഇൻ കലോറീസ്. കലോറി കുറവാണ്. കലോറി കുറവായതിൻ്റെ വില കൂടുതലായിരിക്കും. അതാ ഒരു കുഴപ്പം. വേണ്ട പഞ്ചാര മിഠായി. പേരെന്തുവാ? അല്ല ഇവിടെ തന്നെ. ശരി, എൻ്റെ വീട് താൽക്കര. കുന്നത്താ? ഞങ്ങൾ കുന്നത്താ പഠിച്ചത്. ചാനലിൻ്റെ പേര് രമേശൻ സുരേഷ് വ്ലോഗ്സ്. മോൻ്റെ പേരെന്തുവാ? മോൻ്റെ പേരെന്തുവാ? സൂര്യനോ? കൊള്ളാലോ. അത് വീട് എടുക്കുക ആണല്ലേ? എല്ലാം കുന്നത്തുകാരാ? ശരി. അതെ അതെ. ഈ വീഡിയോ കാണുന്നവരെല്ലാം ഈ മാമന്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിള്ളേര് പൊളിയാണ്. പിള്ളേര് പൊളിയാണ് കേട്ടാ. ഇവിടെ ആ കൊച്ചിനെ കൊണ്ടുവന്ന കുഞ്ഞ് വന്നാൽ അവൻ ഇവിടുന്ന് സിമ്പിളായിട്ട് കൂടാ. അവൻ വീട്ടിൽ പോകത്തില്ല ഇനി. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പോൾ ഇത് അച്ചാറുകളുടെ സെക്ഷനാണ്. നീ ആണെങ്കിൽ വെക്കാതിരിക്കാൻ നല്ലതാ. വേണ്ട കരിമ്പിൻ ജ്യൂസ്. ഇതിനകത്തൊന്ന് കരിമ്പിൻ ജ്യൂസ് കുടിക്കാം. വേണ്ട പാനിപ്പൂരി, പേൽപ്പൂരി, गेम उठा गेम भैया एक बार आप थ्रो करोगे? आप एक बार फेंक के दिखाओगे? ചേട്ടൻ തന്നെ അറിയാതെ കുഴപ്പമില്ലല്ലോ. कितने रुपये? 50 രൂപ 10 എണ്ണം. എടാ മുംബൈയിലാണ് 20 രൂപ ഉള്ളായിരുന്നു. അതെ അതെ. നമ്മുടെ നാട്ടിൽ കൊണ്ട് നമ്മളെ പറ്റിക്കുകയാണ് സുഹൃത്തുക്കളെ. യു പിയിലുള്ള അത് മുംബൈ പോലും 20 രൂപ ഉണ്ടായിരുന്നു. ഇവിടെയും വളയേറിയലാണോ? അല്ല, ഇത് ബോൾ എറിഞ്ഞ് വീടില്ല. ചേച്ചി എറിയുന്നുണ്ടോ? ഇപ്പം നോക്കിയോ? നോക്കിയിരുന്നു. ഇത് ഏറ്റവും വലിയ പ്രൈസ് ഏതാ? ടി വി കണ്ടോ? 36 കിട്ടിയാൽ ടി വിയാ. ഇവിടെ വന്ന് നമുക്ക് പരിശ്രമിക്കാൻ 24-ാം തീയതി വരെ ഉണ്ട്. അങ്ങനെ കിട്ടാറുണ്ടോ? ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ അങ്ങനെ? ആണല്ലേ? അവർ തിരിച്ചുകൊണ്ട് കൊടുത്തതാ. പുതിയ മേടിച്ചു വേണ്ട. 50 രൂപ അല്ലേ? 50 രൂപ. ബാക്കി ഉണ്ടെങ്കിൽ വില കൂടിയ സാധനങ്ങൾ കിട്ടും. ലക്ക് പരീക്ഷിക്കാം. നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ 19 മുകളിൽ എത്തിയാൽ നമുക്ക് എന്തായാലും കിട്ടും. 19 എന്തോ കിട്ടുന്നത്? 19, 20 അങ്ങനെ വലിയ പ്രൈസാണ്. 25 മുതൽ മേളിലോട്ടെല്ലാം വലിയ പ്രൈസുകളാണ്. അതെ അതെ. നമ്മൾ ഇവിടെ തന്നെ വന്ന് ഇതുപോലെ കിടന്ന് കറങ്ങിയതല്ലേ? അതെ. അതുകൊണ്ട് നമുക്ക് ഇനി കറങ്ങണ്ട. നമ്മുടെ ചാനലത്ത് കുറേ പിള്ളേർ കാണുന്നുണ്ടല്ലേ? കുറേ പിള്ളേർ കാണുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ഫ്രീ ആയിട്ട് കാണാനാണെങ്കിൽ വർക്കിംഗ് ഡേയ്സ് വരിക അല്ലേ? അതെ. പക്ഷേ കുട്ടികളെ കൊണ്ട് വരാൻ അതായത് 4 മണി കഴിഞ്ഞ് പറ്റുന്ന വെള്ളമായിരിക്കും. സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോൾ മുടി വെള്ളമായിരിക്കും. ഓട്ടോമൊബൈൽ നിങ്ങൾ ഏവരുടെയും അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇതുപോലെ തൈകളും തെങ്ങും തൈയോ കുറേ കൃഷിക്കുള്ള സാധനം ഒപ്പിക്കാം. ഇത്രയും ചെറിയ പ്ലാവേ തന്നെ ചക്കയുണ്ട് കേട്ടോ.
ഇത് സീസൺ വല്ല ഉള്ളതാണോ? നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന തൈകളാണ് ഫാമിൽ എടുക്കുന്നത്. ഫാമിൻ്റെ പേരെന്തുവാ? മോഡേൺ റോസ് ഗാർഡൻ, തിരുവല്ല, ചെങ്ങന്നൂര്. രണ്ടിടത്തും ഉണ്ട്. ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. രാത്രി വരുന്നൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല മനോഹരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. 100 രൂപയ്ക്ക് അല്ലേ? 100 രൂപ എൻട്രി ഫീല്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞ് അകത്ത് കയറിയിട്ട് നമുക്ക് ഓരോ എക്സ്പീരിയൻസിനെയാണ് സെപ്പറേറ്റ് പൈസ കൊടുത്ത് ഇച്ചിരൂടെ കളറാക്കാം. അതെ അതെ, ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർ എക്സ്പ്ലോർ ചെയ്ത് കാണാം. പല ഇപ്പൊ തന്നെ നമ്മുടെ ഞങ്ങൾ രണ്ടുപേരോട് പോയിട്ട് ഒരാൾ മാത്രം എക്സ്പ്ലോർ ചെയ്ത് വേറൊരാൾ അത് ആസ്വദിച്ച ഒരു കാര്യമുണ്ടല്ലോ. ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ ഇവനൊരു ഓഫർ കൊടുക്കും. വിഷ്ണു ബ്രേവോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അടുത്ത മനോഹരമായ വീഡിയോ കാണാത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. അനു എവിടെ സ്ഥലം എവിടാ? തിരുവല്ല. ശരി, ഇവരുടെ കൂടെ എല്ലായിടത്തും യാത്രയിലും ഉണ്ട്. അപ്പോൾ ശരി എന്നാ. ഓക്കെ.